ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. തമിഴ്നാട് സ്റ്റൈലിൽ ഒരു അടിപൊളി റവ പൊങ്കൽ. ചൂടോടുകൂടി ഇത് കഴിക്കാനുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു നിലക്കടല ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പൊങ്കൽ റെസിപ്പിയല്ല. സാധാരണ പൊങ്കലിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിനുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ റവ പൊങ്കൽ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്ത റവയാണ് കേട്ടോ. റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഈ കപ്പിൻ്റെ അളവിലാണ് ഞാൻ റവയും പരിപ്പും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കിയതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വറുത്തിട്ടുള്ള പീനട്ട്, 1 ടീസ്പൂണ് കടലപ്പരിപ്പ്, 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, കുറച്ച് കാഷ്യൂനട്ട്, 1 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് ജീരകം, 1/2 ടീസ്പൂണ് കായം പൊടി, 1/2 ടീസ്പൂണ് കടുക്, പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് കുറച്ച് അധികം തന്നെ വേണം. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കണം. വറുക്കാത്ത റവ വെച്ചിട്ട് ഈ പൊങ്കൽ ഉണ്ടാക്കാം. പക്ഷെ നെയ്യിൽ വറുത്തിട്ട് ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. റവ ഒരുപാട് വറുത്തിട്ട് കളറൊന്നും മാറിപ്പോണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പം റവ ഏകദേശം അവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ചെറുപയർ പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കാം. സാധാരണ പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ അതിൽ പരിപ്പ് വറക്കാറില്ല. പക്ഷെ ഞാനിന്നിവിടെ പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. പരിപ്പ് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് കളറൊന്നും മാറിപ്പോണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ആ പരിപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം, അത്രയും മതി. ഈ ചെറുപയർ പരിപ്പ് വറുത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മളുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. പരിപ്പ് ചൂടാറി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാനതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 4 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കുമ്പോൾ പരിപ്പ് ഇത് അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഉടച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കൊന്നും വേണ്ട, എന്നാൽ ഒരു പരിധി വരെ കുറച്ചൊന്ന് ഉടഞ്ഞു കിട്ടുകയും വേണം. ഇനി ഈ പരിപ്പിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർക്കാം. കൂടെ നല്ല തിളച്ച 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പം പരിപ്പ് ഇവിടെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ റവ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഈ പൊങ്കൽ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് എടുക്കാം. പൊങ്കൽ എപ്പോഴും നല്ല കുഴഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇപ്പം നമ്മളുടെ പൊങ്കൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വറുത്തിടും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ നെയ്യ് എപ്പോഴും കുറച്ചധികം ചേർക്കണം. ഇനി നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ഓയിലിൽ ചെയ്താലും മതി. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ പൊങ്കൽ വറുത്തിടുമ്പോൾ അതിൽ കടുകൊന്നും ചേർക്കാറില്ല. പക്ഷെ ഞാൻ ഇന്നിവിടെ ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ജീരകം, കുരുമുളക്, കാഷ്യൂനട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ പീനട്ടും കൂടെ ചേർക്കാം. പീനട്ട് ഓൾറെഡി വറുത്തിട്ടുള്ള പീനട്ടാണ്, അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് ചേർത്തത്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക് ഇതെല്ലാം കൂടെ ചേർക്കാം. ഇനി ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ അതിൽ നട്ട്സായിട്ട് കാഷ്യൂനട്ട് മാത്രം ചേർക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പൊങ്കൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആ കാഷ്യൂനട്ടും പീനട്ടും അതുപോലെ തന്നെ ആ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ കടിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമ്മുടെ പൊങ്കലിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ റവ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്.
നെയ്യിൻ്റെ അളവ് ഇത്ര വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പക്ഷേ സാധാരണ തമിഴ്നാട് സ്റ്റൈലിൽ പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ അവരതിൽ ഒരുപാട് നെയ്യ് ചേർക്കാറുണ്ട്. അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ന് വെറും 4 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.